എവരിവൺ, വെൽക്കം ടു ദ വ്ലോഗ്. അപ്പോൾ ഇന്ന് പുല്ലിച്ചിറ പെരുന്നാളാണ്, ഞങ്ങളുടെ മാതാവിനെ ഇറക്കുന്ന ദിവസം. അപ്പോൾ അന്ന് രാവിലെ പ്രത്യേകിച്ച് വീക്കെൻഡ്സ് പരിപാടികളൊന്നുമില്ല. തുടയ്ക്കൽ, തൂക്കൽ, വൃത്തിയാക്കൽ, അങ്ങനത്തെ വാഷിംഗ് ഒരു പരിപാടിയില്ല. നേരെ ഫുഡ് ഉണ്ടാക്കുക, അത്യാവശ്യം കടയിൽ ചെന്ന് കുറച്ച് സാധനങ്ങൾ, ഗ്രോസറി സാധനങ്ങൾ മേടിക്കാനുണ്ട്, അത് മേടിക്കണം. പിന്നെ മാതാവിനെ കാണാൻ പോകണം. നമ്മുടെ ആ പെരുന്നാളൊന്ന് ആഘോഷിക്കണം. അതാണ് സാറ്റർഡേ സൺഡേ ഞങ്ങളുടെ പരിപാടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണ് ഇപ്പം. പെരുന്നാളിന് സമയത്ത് പുതിയൊരു വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ സാത്തിക്കുഞ്ഞ് എനിക്ക് ഒതുക്കിയെല്ലാം സഹായിച്ചു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇത് അരിപ്പത്തിരി റെഡിമെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു. സാത്തിയുടെ കോമ്പിനേഷൻ അതാണ്. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കുറച്ച് അവൾ കഴിച്ചതിൻ്റെ ബാക്കി വരുമ്പം ബാക്കി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബിരിയാണി പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ ബീഫ് വേവിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ചേക്കുവാണ്. അത്യാവശ്യം നല്ല വേവ് ഉണ്ടോണ്ട് തന്നെ 3-4 വിസിൽ ഞാൻ അടുപ്പിക്കും. ലോ ഫ്ലെയിമിലാണ് ഇട്ട്, എങ്കിലേ അത് വേവത്തുള്ളൂ കേട്ടോ. ചില സമയം ഇവിടെ ഉണ്ടല്ലോ മറ്റേ കുഞ്ഞു പൈതലിൻ്റെ ഈ ഫ്രഷ് മീറ്റ് കിട്ടും. അതൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ 2 പ്രാവശ്യമൊക്കെ കുക്കറിയിട്ട് അടിച്ചാൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി കുറച്ച് ഉള്ളി അരിയണം, നമ്മുടെ പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ബിരിയാണിയുടെ കൂടെ പൊട്ടറ്റോവും കൂടെ അങ്ങനെയൊക്കെ ഇടുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കോമ്പിനേഷൻ വേറെ ആയിരിക്കും കേട്ടോ. ഞാനിത് നല്ല ഒരു റോസ്റ്റ് കണക്ക് വെച്ചിട്ട് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യും. അത് ബിരിയാണിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ കുഞ്ഞിവിടെ കുലുക്കി സർബത്ത് കാണിക്കുക കേട്ടോ. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ഇടയ്ക്ക് സ്കൂൾ അടച്ച പിന്നെ അമ്മൂമ്മയുടെ കൂടെ പള്ളിയിലായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുലുക്കി സർബത്തിൻ്റെ ഒരു ട്രെൻഡാണല്ലോ. അങ്ങനെ ഇവളും ഇട്ട് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം കുടിക്കാനാണ് കേട്ടോ. അന്നേരം ഞാൻ ദാണ്ട ജസ്റ്റ് പൊട്ടറ്റോവും അതിനകത്ത് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ചൊരു വെള്ളത്തിൽ വേവിച്ച് എന്നിട്ട് എണ്ണയിലൊന്ന് ട്രൈ ചെയ്തെടുക്കും. അതിനുശേഷം ഞാനിവിടെ മല്ലിയും മുളകും കൂടെ മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു ബിരിയാണി ഒരു പൊടിയില്ലേ അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ബീഫിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ പൊട്ടറ്റോവും ഓണിയനും ഉണ്ട്, അത് നന്നായിട്ട് വേവിക്കരുത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മഴഞ്ഞ് വന്നാൽ നന്നായിട്ട് വേവണ്ട. കുക്കറിൽ നമ്മൾ ഓൾറെഡി ഇനി 3 വിസിലും കൂടെ ഇടുന്നതുകൊണ്ട് അത് ഓൾറെഡി സെറ്റ് ആയിക്കോളും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ നമ്മൾ കുക്കറി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും, നമ്മൾ വഴറ്റി വെക്കാൻ നേരം വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനും കൂടെയാണ് ഞാനിങ്ങനെ വഴറ്റിയായിട്ട് കുക്കറിനകത്ത് വെക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഒരുപാട് എനിക്കിഷ്ടപ്പെട്ട പ്രിപ്പറേഷനാണ് ഇതൊക്കെ. അന്നേരം അത് സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പുല്ലിച്ചിറ മാതാവിൻ്റെ അടുത്തുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മാതാവിനെ ഇറക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മുടെ ആഗ്രഹം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അത് 1 വർഷത്തിനുള്ളിൽ തന്നെ സാധിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വീടിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. മാതാവിൻ്റെ അടുത്ത് 2-3 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഈ 1 വർഷം നന്നാക്കി തന്നതിന് ഒരുപാട് നന്ദി പറയാനാണ് ഞാൻ ഇപ്പോൾ പള്ളിയിലോട്ട് പോകുന്നത്. ഈ ഒരു സംഭവം കണ്ട് ഇത് മല്ലിയില ഉണ്ടായിരുന്നേ. മല്ലിയില ഞാനങ്ങ് ഇന്നലെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി മറന്നു. ഞാനിങ്ങനെയാണ് ഒരു ബൗളെടുക്കുക, അതിനകത്ത് ഇത് കണ്ടോ പേപ്പർ, ബ്രൗൺ കളർ പേപ്പർ നമുക്ക് കിട്ടും മാർജിൻ ഫ്രീന്ന്. അതിനകത്ത് തന്നെ മല്ലിയില അരിഞ്ഞ് വെക്കുക. അപ്പം അന്നേരം ഒട്ടും ഈർപ്പം കിട്ടത്തില്ല. ഒരാഴ്ചയൊക്കെ ഈ മല്ലിയില നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത് വെക്കുന്ന മല്ലിയില കുറച്ച് വാടിപ്പോയി, ഞാൻ ഇന്നലെ എടുത്ത് വെക്കാൻ വേണ്ടി മറന്നു. അന്നേരം നമ്മുടെ സാത്തിക്കുട്ടി ഈ ഒരു കറുത്ത സാധനത്തിനകത്തുള്ള പാത്രങ്ങളൊക്കെയാണ് എടുത്ത് മാറ്റിയത്. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. അങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ പാത്രമൊക്കെ ഞാനത് ആ ഒരു വലിയൊരു ബൗൾ ഞാൻ കഴുകി കൊടുത്തു. ഇതിനകത്താണ് ഞാൻ പാത്രങ്ങളൊക്കെ വെക്കുന്നത്. ഷെൽഫ് റാക്കൊന്നും അടിക്കാത്തതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഇതുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം വെയിൽ കൊള്ളിക്കാൻ വേണ്ടി വെച്ച്, ഒരെണ്ണം ഞാൻ തുടച്ച് ഇത് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി. ഇത് സ്റ്റോർ റൂമിൽ വെക്കുന്നതാണ്. അത്യാവശ്യം സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ റൈസ് ശരിയാക്കി കേട്ടോ. റൈസൊക്കെ നല്ല വെന്ത് വന്ന് ഇനി അതിനകത്ത് ലാസ്റ്റ് നെയ്യ് ചേർക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളവിടെ ബീഫിൻ്റെ റോസ്റ്റ് ആക്കുമ്പം കുറച്ച് ആ ഒരു നെയ്യ് ഉരുങ്ങിയ ഒരു ഇത് വരും, ഫ്ലേവർ. അതും കൂടെ ഞാൻ ഈ റൈസിനകത്ത് മിക്സ് ചെയ്യും. എന്നിട്ട് ഈ റൈസ് ഇപ്പോൾ മൊത്തത്തിൽ വെന്തിട്ടില്ല, അതായത് 1 വിസിൽ അടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുന്ന മുമ്പേ നമ്മളിതങ്ങ് തുറക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തുറന്നു വരും. എന്നിട്ട് അതിനകത്ത് ആ റോസ്റ്റിൻ്റെ ഗ്രേവിയും കൂടി ഇട്ട് കുറച്ച് ബീഫും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്.
ഇത് നമ്മുടെ സാദിക്കുട്ടിയുടെ ഓരോരോ വീഡിയോസാണ് കേട്ടോ. അവളിങ്ങനെ കൊറിയൻ വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പിറേഷനായിട്ട് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മ ഞാൻ ചെടിക്ക് സ്പ്രേ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ഒറിജിനൽ പ്ലാന്റ് ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ ഇത് ഞങ്ങളുടെ ഫിഷിന് അവൾ ഇത്തിരി ഫുഡ് ഇട്ട് കൊടുക്കുന്നത്. അവൾ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരം കേട്ടോ. പിന്നെ നമ്മൾ മാത്രമായിട്ടുള്ളപ്പം കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ ഒരു സ്വയം പര്യാപ്തത നേടും. അത് കൂടുതൽ എനിക്ക് ഈ ഉത്സവപ്പറമ്പിലൊക്കെ കാണുമ്പോഴാണ്, ഓരോ സ്ട്രീറ്റിലൊക്കെ പിള്ളേർ വളരുന്ന കാണുമ്പം നമ്മൾ ഭയങ്കര പാമ്പർ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ അവരൊക്കെയെന്ന് വിചാരിച്ചാൽ ഭയങ്കര എന്താ പറയുക ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളരുന്നത്. അപ്പോൾ ഈ സംഭവം ഇത്തിരി ഗ്രേവിയും കൂടെ അതിൻ്റെ ചാറും കൂടെ ഞാൻ മിക്സ് ചെയ്ത്, ചാറ് ഫുള്ള് അധികം ചാറൊന്നും ഇല്ലായിരുന്നു ഓൾറെഡി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് റൈസ് വേവാത്തതുകൊണ്ട് റൈസ് ഒന്നും ഉടഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. ഞാൻ ആദ്യമേയൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് വയ്ക്കുമായിരുന്നു ഈ വെന്ത് പോകാതിരിക്കാൻ. ഇപ്പം ഇപ്പം ഞാൻ സൂര്യ മാർജിൻ ഫ്രീ എന്നാണ് ആ റൈസ്, അവരുടെ റൈസാണ് മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേവ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ വേറെ ഏതെങ്കിലും ബിരിയാണി റൈസിന് ഇതേ വേവാണോ എന്ന് എനിക്കറിയത്തില്ല. അന്നേരം ഇത് കുറച്ചൊരു പാതി വെന്തതേ ഉള്ളൂ അരി. ഇനി ഗ്രേവിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ തന്നെ തിരിച്ചടച്ച് വെക്കും. അന്നേരം കുറച്ചും കൂടെ നല്ല ചൂടായിട്ടോ, ശരിക്കും ഇത് നല്ല ചൂടോടാണ് ഞാൻ ചെയ്ത് വെക്കുന്നത്. അന്നേരം ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണം വരുന്നതുകൊണ്ട് സാത്യേട്ട വീഡിയോ എടുത്ത് എനിക്ക് തരുന്നത്. അപ്പോൾ സാത്തേര നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നെയ്യൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അല്ലാതെ നെയ്യിലിട്ട് പിന്നെ ഉള്ളി വഴറ്റിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇനി ബാക്കിയുള്ള ഒരു പൊട്ടറ്റോയും ബീഫും കൂടെ പിന്നെ നോൺ സ്റ്റിക്കറിനകത്ത് ഇട്ടിട്ട് ഒരു റോസ്റ്റ് പരുവത്തിൽ നല്ല ഫ്ലെയിം നല്ല കൂട്ടിയിട്ടിട്ട് നമ്മളൊന്ന് ചിക്കി കൊടുത്താൽ മതി. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കാണത്തില്ലേ ആ ഒരു രീതിയിൽ. അപ്പോൾ എൻ്റെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടയിൽ പോകണം, പള്ളിയിൽ പോകണം. അന്നേരം എൻ്റെ അടുക്കള ക്ലീനിങ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ അധികം കാണിച്ചു തരാത്തത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ അടുക്കള ഒരു വർക്ക്ഷോപ്പ് കണക്കാണ്, അലമ്പായിരിക്കും. ഇങ്ങനെ ക്ലീൻ ചെയ്ത് ചിലവർ ക്ലീൻ ചെയ്ത് ജോലി ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ പറ്റത്തില്ല. എൻ്റെ ഡ്രീമിലെ ഒരു രീതിയായിരിക്കും അത്. ഇപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വർക്ക്ഷോപ്പെല്ലാം വൃത്തിയാക്കി ഇട്ടേക്കുവാണ്. ആകെ കൂടി ഒരു കുഞ്ഞടുക്കള ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രയാസമൊന്നുമില്ല ഇത് വൃത്തിയാക്കാൻ വേണ്ടി. ഇനി അടുത്തത് ഞാൻ എന്താണ് ബിരിയാണി സെറ്റായതാണ്. ഇപ്പോൾ ഫുൾ വെന്ത് കേട്ടോ. ഇനി കൂടുതലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതൊരുമാതിരി ഒട്ടിപ്പോവും. ഇത് നല്ല കറക്റ്റ് വേവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാണ് ബീഫ് ഞാനൊന്ന് ഹാഫ് റോസ്റ്റായിട്ട് ഇപ്പുറത്ത് ഇതിനകത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും റെഡിയായി. ഇനി സാത്തിക്കുട്ടി ഞാനും കൂടെ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ. അപ്പോൾ അടുത്തേക്ക് എൻ്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഇട്ട് അമ്മയും കൂടെ ആയിട്ട് അമ്മ ഇപ്പുറത്ത് കപ്പയും അവിടെ നിന്ന് കുറച്ച് ചിക്കൻ കറിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇരുന്ന് കഴിക്കുക. ഇനി കഴിച്ചതിന് ശേഷം നമുക്ക് എന്താണ് ഷോപ്പിങ്ങിനുള്ള പരിപാടി ഇതാണ്. സാത്തി ഒരു ബാഗും ചെരുപ്പും അവളുടെ ഒരു തൊപ്പിയും. ഇത് കഴിഞ്ഞ അമ്മയുടെ ബെബും മേടിച്ചു കൊടുത്തതാണ് ഈ തൊപ്പിയൊക്കെ കേട്ടോ. ഈ പുളിച്ചിറ പള്ളിയിൽ പോകാൻ നേരം ഓരോ പ്രാവശ്യം അമ്മയുടെ കൂടെ പോകും, ഓരോ കാര്യങ്ങൾ പറയും, അമ്മ മേടിച്ചു കൊടുക്കും. എൻ്റെ കൂടെ വരുമ്പോൾ വേറൊരു ലിസ്റ്റ് ഉണ്ട് കേട്ടോ. ഫുള്ള് ലിസ്റ്റിൻ്റെ ഒരു അയ്യരകളെയാണ് കുഞ്ഞ്. ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഷോപ്പിങ്ങിന് വരെ ഞങ്ങൾ രണ്ടുപേരും, അപ്പോൾ അവളുടെ സ്കൂളും കൂടെ അടച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ വാതിലെല്ലാം അവൾ പെർഫെക്റ്റായിട്ട് അടച്ചോളും കേട്ടോ. ഭയങ്കര ഉത്തരവാദിത്വപരമായിട്ടുള്ള ഒരു കുട്ടിയാണ്. എൻ്റെ അടുത്ത് പറയും ഞാൻ അടച്ചോളാമേ, എല്ലാം റെഡിയാണെന്ന് നോക്ക്, അത് നോക്ക്, ഇത് നോക്ക്. നമ്മൾ പറയത്തില്ലേ ആ വാതിൽ അടച്ചോന്ന് നോക്കണം, ബാക്കിലത്തെ വാതിൽ ഗ്യാസ് ഓഫ് ചെയ്തോന്ന് നോക്കണം, പിന്നെ ലൈറ്റുകളോ ഫാനുകളോ ആവശ്യമില്ലാതെ നോക്കണം, ഇട്ടിട്ടുണ്ടെന്ന് നോക്കണം. നമ്മൾ ഒരിടത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലേ. പണ്ട് ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. ജസ്റ്റ് ഇറങ്ങുക, പോവുക, തിരിച്ച് വരിക. വീട് തുറന്നിട്ടിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നേരം നമ്മളിതൊക്കെ അടച്ച് നമ്മൾ കൂടുതലും ഉത്തരവാദിത്തപരമായിട്ടായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വെക്കണം. അപ്പോൾ സാധ്യമാണ് പതുപോലെ എൻ്റെ ട്രോളിയൊക്കെ എടുത്ത് എൻ്റെ ബാഗ് സഹിതം ഞാൻ അതിനകത്തായിരിക്കും കേട്ടോ വെക്കുന്നത്. അവൾ ലാസ്റ്റ് ഞങ്ങളെല്ലാം വെജിറ്റബിൾസ് എല്ലാം എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഒരു അരിച്ച് വറക്കലുണ്ട്, എന്തെങ്കിലും വേണമെന്ന് പറയും. ആക്ച്വലി അവളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഗ്രോസറി സാധനങ്ങളും കുറച്ച് പച്ചക്കറികളും മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇനി തിരിച്ച് വന്നിട്ട് അവൾക്ക് ഈ ഒരു അരിപ്പത്തിരിയും ഈ ഒരു സാമ്പാറിൻ്റെ കോമ്പിനേഷൻ, എനിക്കറിയത്തില്ല ഇതെന്ത് കോമ്പിനേഷനാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് അരിപ്പത്തിരിയും ഇത്തിരി ബീഫിൻ്റെ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുഖമുണ്ട് കഴിക്കാൻ വേണ്ടി. അവൾക്ക് വേറെ എന്തോ ഒരു ഇൻട്രസ്റ്റാണ്. അവൾക്ക് ഏതോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു
പട്ടന്മാരിങ്ങനെ കയറും മനസ്സിൽ. ഇപ്പോൾ ഏകദേശം 3:30 കേട്ടോ. ഒരു 4 മണിയാകുമ്പം ഞങ്ങൾക്ക് പള്ളിയിലെത്തണം. ഇതാണ് ഒരു ലക്ഷ്യം. 4 മണിക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് 7 മണിക്ക് വരത്തുള്ളൂ. ഇതാണ് ഞങ്ങളുടെ പള്ളി കേട്ടോ. സത്യം പറയാലോ, ഇതിൻ്റെ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെയുണ്ട്. ആ ഒരു കുരിശ്ശേരി ടേണിങ്ങിൻ്റെ തൊട്ട് അങ്ങോട്ടുണ്ട്. സൈഡിലൊക്കെ കണ്ടോ ഇത് കുറച്ച് വളകളും ഇതൊക്കെയാണ്. ഞാൻ വീഡിയോ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ ഫ്രണ്ടിൽ പോകുന്നവരെയാണ് കൂടുതൽ കാണേണ്ടത്. ഞാൻ ഇതിനേക്കാളും കൂടുതൽ വീഡിയോസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. എല്ലാ ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരെയാണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് സൈഡ് തിരിച്ച് വെച്ചിട്ടെടുത്ത്. ഇവിടെ നിന്നാണ് പാനിപ്പൂരിയൊക്കെ ഞങ്ങൾ ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ. അത് മേടിച്ചിട്ട് രാത്രി ഞാനും സാത്തിയും കൂടെ ഇന്ന് കഴിക്കുക ഇവിടെയൊക്കെ വന്നിട്ടാണ്. പിന്നെ അങ്ങോട്ടും ഫുള്ള് ഷോപ്പുകളാണ്. ഈവൻ ഇതുകൊണ്ടോ 2 വീലറിൻ്റെ എക്സിബിഷൻ സ്റ്റാൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ഇല്ലാത്ത സാധനങ്ങളില്ല. ഒരു കഴിഞ്ഞ വർഷമായിരുന്നു എനിക്ക് കൂടുതൽ എക്കണോമിക്കലായിട്ട് തോന്നിയത്. ഞാൻ കുറേ പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ വർഷം മേടിച്ചിട്ടുണ്ടായിരുന്നു. 10 രൂപ 20 രൂപ. അത് ഇപ്പോഴും ഞാനതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല സാധനങ്ങൾ. ഈ ഗുജറാത്തിൽ നിന്നും ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇല്ലേ, ഇഷ്ടം പോലെ ആൾക്കാർ വരും. ഈ പ്രാവശ്യം ഇവിടെ ബലൂണ് പാവക്കുട്ടികളൊക്കെ ഇതൊക്കെ സൈഡിൽ എല്ലാം നേരിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ. നമ്മളിങ്ങനെ വാരി കൂരി എടുക്കുക. ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സാത്തിനെ തന്നെ ഞാനൊരു വശത്തോട്ട് ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവളിങ്ങനെ ടോയ്ക്കട കാണുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് വരും ഒരിടത്തോട്ട്. ഇനി ഇതെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ മാതാവിനെ പന്തലിലോട്ട് കൊണ്ടുവരുന്നതാണ്. അതാണ് ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞു കേട്ടോ. ഞാൻ ആ ഒരു കൊണ്ടുവരുന്നൊരു വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മളെ മനസ്സർപ്പിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു ഡെഡിക്കേഷൻ കിട്ടത്തില്ല. നമ്മൾ സാധിക്കും കേട്ടോ. അതിൻ്റെ ഇതുണ്ട് വെറ്റിൽ എറിഞ്ഞിട്ടുള്ള അത് അവർ പറക്കിയെടുക്കുന്നത്. മാതാവ് ഇതുണ്ട് അങ്ങേറ്റത്താണ് മാതാവ്. വഴി പോകുമ്പോൾ ഫുള്ള് വെറ്റിലാണ്. ഞാൻ കണ്ടോ ഈ ഒരു വലിയൊരു ക്രൗഡിൻ്റെ കൂട്ടത്തിലാണ് ഇരിക്കുന്നത്. എല്ലാവരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. കാരണം ഇപ്പം നമ്മൾ ആ പന്തലിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എന്ത് പ്രാർത്ഥിച്ചാലും അത് ഫലിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഇന്നവരും എൻ്റെ കൂടെ ഞങ്ങൾ വെറ്റിലൊന്നും മേടിച്ചില്ല കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോകണമെന്നേ വിചാരിച്ചോളൂ. മാതാവിനെ ഇങ്ങനെ പന്തലിലേക്ക് ഇറക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും വർഷം ഞാനിവിടെ താമസിച്ചതും ഇത് ഞങ്ങളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മാതാവിനെ പന്തലിലേക്ക് എടുക്കുന്നത് കാണാൻ വേണ്ടി. അതെന്തോ നിയോഗം കണക്കാണ്. നമ്മളത് പ്രീ പ്ലാൻ ചെയ്തൊരു സംഭവമൊന്നുമല്ല. അത് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അതൊക്കെ കണ്ടതിന് ശേഷം. പിന്നെ ആ ക്രൗഡിൽ നിന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് നേരെ ഇവിടെ കടവുണ്ട് കേട്ടോ. കായൽ, പുലിച്ചിറ കായൽ. ഇവിടെ ബോട്ട് കണ്ടോ, 2 വള്ളങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അവിടെ നടുക്ക് മാതാവിൻ്റെ പടമുണ്ട്. മാതാവിൻ്റെ പടവും പിന്നെ ഒരു പുൽക്കൂട് എന്താ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റത്ത് പോയി അവിടെ എല്ലാവരും തൊഴുതിട്ട് അങ്ങേയറ്റത്ത് പോയി തൊഴുതിട്ട് അവർ റൗണ്ട് അടിച്ചിട്ട് വരും. അപ്പം ഈ ഒരു സംഭവത്തിന് ഒരാൾക്ക് 50 രൂപ വെച്ചാണ്. അപ്പം ഞാൻ സത്യമൊന്നും കയറിയിരുന്നില്ല. ഒന്നാമതെന്ന് വെച്ചാൽ വള്ളത്തിൽ ഇവളും കൊണ്ട് കയറാൻ എനിക്കൊരു ഇത്. പിന്നെ ഒരിക്കൽ ഞങ്ങൾ പോയിട്ടുള്ളതാണ് ഇതേ കണക്ക്. അത് ഞങ്ങൾ വഞ്ചിക്കാത്തായിരുന്നു പോയത്. അപ്പോൾ അത്രയും വലിയ എക്സൈറ്റിങ് സംഭവമൊന്നുമില്ല. അത് ജസ്റ്റ് ആ ദൂരം വരെ പോയാൽ മതി. അപ്പോൾ അതേ ഇത് കണ്ടോ, ഇത് അവിടെ ഒരു കൊലുസൊക്കെ വിൽക്കുന്നവരുടെ മോനാണ് കേട്ടോ. അവൻ ഇപ്പം കല്ലെടുത്തെറിയുക. ഭയങ്കരമായിട്ട് കല്ലെടുത്ത് എറിയുന്ന വെച്ചാൽ ആ എറിയുന്ന കല്ലെന്ന് വെച്ചാൽ അങ്ങേറ്റം പോയി വീഴും. അപ്പോൾ സാത്തയായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഈ ശരിക്കും പറയാം കുഞ്ഞുങ്ങൾക്ക് ഭാഷ അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൻ വേറെ എന്തോ ഹിന്ദിക്കാരൻ്റെ എന്തോ ഒരു ഭാഷയാണ്. അവൻ എന്നിട്ട് കല്ലൊക്കെ കൊണ്ടു കൊടുത്തിട്ട് എറിയുന്നല്ല വേറെ എന്തൊക്കെയോ പറയുന്നത്. അവൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ അച്ചൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ അച്ഛനിങ്ങനെ അച്ചൊക്കെ കുത്തി കൊടുക്കുന്നതും അമ്മ ഇങ്ങനെ കൊലുസൊക്കെ വിൽക്കത്തില്ലേ, അങ്ങനെ അച്ഛനും അമ്മയും തന്നെയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇവരൊരു ഗ്യാങ് ആയിട്ടല്ലേ വരുന്നത്. അന്നേരം അത് കണ്ടിട്ട് സാത്തി അവിടെ കല്ലെറിയൽ മത്സരമായിരുന്നു. ഇവർ 2 പേരും കൂടെ കായലിലോട്ട് കല്ലെറിഞ്ഞ് കളിക്കുമായിരുന്നു. ഞാൻ 2 ദിവസം പോയി കേട്ടോ. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇതാണ് അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർ കുഞ്ഞുങ്ങളൊന്നും അധികം കെയർ ചെയ്യത്തൊന്നുമില്ല. നമുക്ക് പേടിയാണ് അവർ കായലിൻ്റെ അകത്തോട്ടൊക്കെ വരുമ്പോൾ. ഇതുണ്ടോ ലൈറ്റൊക്കെ ഇട്ടു. ഒരു 5:30-5:45 ആകുമ്പോഴാണ് ലൈറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ 7 മണി വരെ ഞാൻ എന്തായാലും നിൽക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഞങ്ങളുടെ കൊച്ചിന് വിശപ്പായി. ഞങ്ങൾ ഓരോന്നും മേടിച്ച് കൈ കൊടുത്തിട്ട് ഞാൻ പിന്നെ ആലോചിച്ച് ആ കല്ലൊക്കെ വാരി എറിഞ്ഞ കൈയാണ്. അവിടെ കൈ കഴുകാനും ഒരു സ്ഥലമില്ല. കായലിലൊന്നും വെള്ളം തീരെ ഇതില്ല. പിന്നെ കൈയൊക്കെ ഭയങ്കരമായിട്ട് തുടച്ചൊക്കെ കൊടുത്തിട്ടാണ് ഫുഡ് കൊടുത്തത്. ഇത് മുകളിലോട്ട് കേട്ടോ. താഴെയാണ് നമ്മൾ നിന്നത്. ഇവിടെ ഫുള്ള് ലൈറ്റിംഗ് ആയിട്ടുണ്ട്. എൻ്റെ ക്യാമറയിൽ അധികം ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും
ഇത്രേ കാണിക്കാൻ പറ്റത്തുള്ളൂ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള സംഭവം. ഇനി എൻ്റെ കൊച്ചിൻ്റെ ഫേവറേറ്റ് പാനിപ്പൂരി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പാനിപ്പൂരി കഴിക്കുകയാണ്. ഞാൻ 4 മണിക്ക് ഇറങ്ങിയിട്ട് കുടയൊക്കെ ആയിട്ട് വന്നത് വെയിൽ കൊണ്ട്. പക്ഷെ അകത്തോട്ട് വന്നപ്പം ആ പന്തലൊക്കെ കെട്ടിയോണ്ട് ഒരു തുള്ളി വെയിൽ പോലും ഇല്ലായിരുന്നു. നല്ല സുഖമായിരുന്നു. അങ്ങനെ സാത്തിക്ക് ഭയങ്കര വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ മേടിച്ച് 7 മണി ഒക്കെ ആയി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ. ഇനി വീട്ടിലേക്ക് ചെന്നിട്ട് അടുത്ത പരിപാടിയുണ്ട് കേട്ടോ. അതായത് ഞങ്ങളുടെ കണ്ടശ്രമത്തിൽ ഈ മാതാവിനെ ഇറക്കി അവിടെ നിന്ന് ഇതുണ്ട്, അവിടെ നമുക്ക് തൊട്ടുമുത്തയും കാര്യമൊക്കെ ചെയ്യും. അപ്പോൾ ഇവരുടെ ആ ഒരു എന്താണ് പ്രദർശനമൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ കണ്ടോ നല്ല രസമല്ലേ. അധികം അങ്ങോട്ട് സന്ധ്യയായില്ല കേട്ടോ. എനിക്ക് പേടിയാണ്, ഒരുപാട് സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് പുറത്തിറങ്ങുന്നത്. പക്ഷെ ഇതും പള്ളിയിലെ പെരുന്നാളായതുകൊണ്ട് മാത്രമേ ഞാൻ പുറത്തിറങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ഭാഗത്തും ഫുള്ള് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു സെറ്റ് ഓഫ് ഷോപ്പിംഗ് മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ കേട്ടോ. എല്ലാ കടയിലും ചെന്ന് എനിക്ക് വീഡിയോ എടുക്കാനും നാണക്കേട് കൊണ്ട് ഞാൻ കാണിച്ചോളൂ. ഇവിടെ കുറേ പേനകളൊക്കെ അവൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഞാൻ മേടിച്ചു കൊടുത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, മേടിച്ച് തരത്തില്ല എന്നൊക്കെ പറയും. പിന്നെ എനിക്കൊക്കെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് തുടങ്ങും. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ സത്യമായിട്ട് വേറെ എവിടെയും പോവുമോ അല്ലെങ്കിൽ ഞങ്ങളൊന്ന് കറങ്ങാൻ പോവുമോ അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ അവളുടെ എൻ്റെയും ഒരു എൻജോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ അടുത്തുള്ള ഈ സന്തോഷങ്ങളാണ്. അത് ശരിക്കും ഞങ്ങൾ ആഘോഷിക്കാം കേട്ടോ. എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും സെലിബ്രേഷനും വരുമ്പോൾ ഞങ്ങളുടേതായ രീതിയിൽ അങ്ങ് അടിച്ചു പൊളിക്കും. അപ്പം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ കൊറിയൻസിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേണ്ട, ഇത് ഞങ്ങളുടെ കടശ്രമത്തിലെത്തി. ഈ പ്രാവശ്യത്തെ പെരുന്നാളിൻ്റെയൊക്കെ അടിപൊളിയാണെന്ന് തോന്നുന്നു. പടക്കം പൊട്ടിക്കലും മെഴുകുതിരികളൊക്കെ ഇത് കണ്ടോ. ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ടേക്കുക. ഇത് കണ്ടശ്രമത്തിൽ ഇത് എത്ര സമയമെന്ന് വെച്ചാൽ 8:30 ആയപ്പോൾ ഞാൻ വന്നു. ഞാൻ ഇന്നേ വരെ ഈ വീട് പാലിയാച്ച പിന്നെ 8 മണിയുടെ ഇപ്പുറത്തോട്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ട് ഇവക്ക് കാരണം ഇവളായിരുന്നു എനിക്ക് ധൈര്യം തന്നിട്ടോ. പോവാം, കുഴപ്പമൊന്നുമില്ല, ഇത്ര ആൾക്കാരില്ലേ, എന്തിനാകുമ്പോൾ മേടിക്കണേന്ന്. അങ്ങനെ സകല ദൈവങ്ങളെ വിളിച്ച് ഞാനും പുറത്തിറങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അത്രയും എന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ അത്രയും ഒരു ഇതില്ല, ആൾക്കാർ പുറത്തോട്ട് ഇങ്ങനെ രാത്രി സമയങ്ങളിൽ ഞാൻ ഇറങ്ങുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പടക്കം പൊട്ടിക്കും കേട്ടോ, തകർപ്പ്. പക്ഷേ ഈ പ്രദർശനം കാര്യങ്ങളൊക്കെ വരുമ്പം എന്താ പറയുക, ഇഷ്ടം പോലെ ആൾക്കാർ വരും. അവിടെ ഫുള്ള് ആളുകൊണ്ടങ്ങ് നിറയുമായിരുന്നു. അത് ഈ പ്രാവശ്യത്തെ നിരാഴ്ച ഇങ്ങനെ പൊട്ടിക്കത്തില്ലേ ആ പേപ്പേഴ്സൊക്കെ, എനിക്ക് എല്ലാം അങ്ങ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോസ്. കാരണം എന്താ പറയുമ്പോൾ ഞങ്ങൾ ചെറിയൊരു വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഈ ഒരു സമയത്ത് മിസ്സിങ് ഒക്കെ ആവാനുള്ള ചാൻസ്, പിന്നെ പല ആൾക്കാരല്ലേ വരിക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ വീഡിയോ എടുക്കാൻ നേരം എൻ്റെ കോൺസെൻട്രേഷൻ ഗ്രാജുവലി നമ്മൾ വീഡിയോ എടുക്കണേന് പോകും. അപ്പം മോളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ, എന്ത് ചെയ്യും. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം മാത്രം വീഡിയോ എടുത്തോളൂ. നല്ല രസമാട്ടെ ഈ ലൈറ്റിങ്ങും. ഇത് ഞങ്ങളുടെ ബാൻഡ് ചേട്ടന്മാർ. ഇതിൻ്റെ മുമ്പേ ചെണ്ടമേളം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ചെണ്ടമേളയും. കഴിഞ്ഞ പ്രാവശ്യം കുറേ നേരം ഇരുന്നായിരുന്നു കൊട്ടും ബാൻഡും ബഹളവും ഒക്കെ. ഈ പ്രാവശ്യം വേറൊരു രീതി, അവരുടെ ഡെക്കറേഷൻ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അത് വേറൊരു രീതിയിൽ. അവിടെ നിന്നാണ് ആ ലൈറ്റിങ് കണ്ടോ, അത് മാതാവിനെ കൊണ്ടുവരുന്നതാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം അവിടെ ഒരിടത്ത് അവിടെ നിർത്തിയതേ ഉള്ളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെക്കാളും കുറച്ചും കൂടി മുമ്പിലാണ്, ഞങ്ങളുടെ തൊട്ട് മുമ്പിലായിരുന്നു മാതാവിനെ കൊണ്ട് നിർത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ട് മുത്താനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചില്ല. അവർ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചതേ ഉള്ളൂ. അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ നേരെ പള്ളിയിലായിരുന്നു അവർ കൊണ്ടുപോയത്. അതുകൊണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് മാതാവിൻ്റെ ഇത് കണ്ടോ, ഏറ്റവും ലാസ്റ്റ് വലിയൊരു മാതാവിൻ്റെ ഇത് കാണും. അപ്പം ഞങ്ങൾ വേഗം ഫ്രണ്ടിൽ ചെന്ന് തൊട്ട് മുത്തിയിട്ട് ഞാനും സാത്തിയും കൂടി തിരിച്ച് വന്ന് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടും ആൾക്കാരൊന്നും പോകുന്നതൊന്നുമില്ല. ഞങ്ങൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ രാത്രി ഏതാണ്ട് 9:30 ആയി കേട്ടോ. 9:30 ആയിട്ടും ഇവിടെയൊക്കെ ഭയങ്കര തിരക്ക്. ഞാനിങ്ങനെ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വല്ലപ്പോഴും പുറത്തിറങ്ങുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ കുറച്ചും കൂടെ നേരം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിൽ വന്നു. ഇത് ഞങ്ങളുടെ സാത്തിക്കുട്ടിയാണ് കേട്ടോ. ഇത് മാതാവിൻ്റെ അടുത്ത് പാളയും ഉപ്പും കയറും കൂടെ വെക്കുക, നമ്മളെന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ അമ്മയും സാത്തിയും കൂടെ ഇപ്പോൾ കൊടുക്കും കേട്ടോ മാതാവിന് തൊട്ടുമുത്തും. അത് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. അമ്മയുടെ കയ്യിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കൊന്തയുണ്ട്, ആ കൊന്ത ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെയൊക്കെ നടന്ന് എൻ്റെ കാലൊരു രക്ഷയില്ല, ഭയങ്കര വേദന. അതുകൊണ്ട് ഞാൻ പോയില്ല.
പക്ഷെ സാത്തിക്ക് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ മാത്രം രോഗിയായിപ്പോയി. എൻ്റെ കാലാണെങ്കിൽ അനക്കാൻ പോലും വയ്യ. അന്നേരം ഞാൻ കുറേ നേരം കായൽവാരത്ത് നിന്നിരുന്നായിരുന്നു. പിന്നെ ദാണ്ട് ഇവിടെ ഇരുന്നപ്പം അമ്മ അവിടെ നേർച്ച ബണ്ണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും. അപ്പം അമ്മ ഒരു കവറിലിട്ട് തരാൻ പറഞ്ഞിട്ട് അവരൊരു കവറിലൊക്കെ ഇട്ട് കൊടുത്തു. ഇത് കണ്ടോ, ഇത് കൊലുസ്. ഇതാണ് ഞാൻ പള്ളിപ്പെരുന്നാളിന് മേടിച്ചേട്ടാ. ഞാൻ ലാസ്റ്റ് കാണിക്കാം ഞാൻ പള്ളിപ്പെരുന്നാളായിട്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. എന്താ ഈ കൊലുസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി കറുത്ത ചരട് നമ്മൾ ഇടത്തെ കാലിൽ കെട്ടണം, ഒറ്റ ചരട്. പക്ഷെ അത് പലവരുടെയും പല കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിയല്ല, അതായത് പ്രോസ്റ്റിറ്റ്യൂട്ട്സൊക്കെ അങ്ങനെ കെട്ടുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ ഇടത് കാലത്തിൽ ആ ഒരു കറുത്ത ചരട് കെട്ടുകയാണെങ്കിൽ ദൃഷ്ടിദോഷം മാറിക്കിട്ടുമെന്ന്. ഞാനങ്ങനെ കെട്ടിയിട്ടുമുണ്ട്, എനിക്ക് മാറിക്കിട്ടിയിട്ടുമുണ്ട്. സത്യത്തിൽ എനിക്ക് നല്ല അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് മേടിച്ചത്. കാരണം ഓൾറെഡി എൻ്റെ ബ്ലാക്ക് ചരട് പൊട്ടാറായി. അപ്പോൾ ഇത് മേടിച്ച്. ഇത് ഞങ്ങളുടെ കായലിൽ അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് ഏതാണ്ട് 6:30 ആയപ്പോഴാണ് ഇത് 7 മണിയാകുമ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിൽ കയറണം. അപ്പം ഞങ്ങൾ വീണ്ടും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കും കേട്ടോ. ഒരു നല്ല രസമാണ്. നമ്മളവിടെ നിൽക്കാൻ നേരം കൊച്ച് വലിയ ആൾക്കാരൊക്കെ ഐസ്ക്രീമൊക്കെ കഴിക്കണ കാണാൻ തന്നെ നല്ല വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഇനി ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉത്സവത്തിന് പെരുന്നാളിന് മേടിച്ച സാധനങ്ങൾ. ഈ ഒരു ബാഗ് 200 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് അത്യാവശ്യം നല്ല 2 ഡ്രോയും നല്ലൊരു ഈ ഒരൊറ്റ പീസേ ഉള്ളായിരുന്നു അവിടെ. നല്ല ലെതറിൻ്റെ അടക്കത്തെ നല്ല സോഫ്റ്റ് മെറ്റീരിയലും കൂടെയാണ്. പിന്നെ സാത്തിക്ക് 10 മണിക്ക് കൊണ്ടുപോകാറുണ്ട്. ഇതിന് 50 രൂപ, ആ ഗ്ലാസ്സിന് 40 രൂപ. പിന്നെ ആ തലയിലുള്ള മസാജർ അതിന് ജസ്റ്റ് 20 രൂപയുള്ളൂ. ഇപ്പുറത്ത് ഞാൻ ടബ് കഴുകാൻ വേണ്ടി വരണം, അത് 20 രൂപ. ആ ഗോൾഡന് അത് 20 രൂപ. പിന്നെ ഇതൊക്കെ സാത്തീൻ്റെ ചോയ്സും കപ്പും അങ്ങനത്തെ ക്യാപ്പ്. ഈ മോതിരത്തിന് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് അമ്മൂമ്മയായിട്ട് പോകുമ്പോൾ മേടിക്കുന്നേ അവൾ. ടോയ്സിന് എല്ലാത്തിനും 100 രൂപ. അതാണ് ഞങ്ങളുടെ കൊലുസിനും അത് തന്നെ കേട്ടോ, 100 രൂപ വെച്ചിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ എന്ത് ക്യൂട്ടാണ്. അവൾക്കൊരു ബേർഡിൻ്റെയും എനിക്കൊരു ആനയുടെയും ഒക്കെ വെച്ചിട്ട് തന്നെ. ഇതാണ് ഫൈനലി ഞങ്ങൾ മേടിച്ചത്. 30 രൂപയുടെ പേന പെൻസിൽ കേട്ടോ. എന്താ ഇതിനകത്ത് ഇത്ര എക്സൈറ്റ്മെൻറ്റ് എന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ തല കുത്തി മറിക്കാൻ നേരം ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരും, പിന്നെ നേരെ വെക്കാൻ നേരം ഇങ്ങനെ വരും. ഇത് തന്നെയാണ് എൻ്റെ കൊച്ചിൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പെരുന്നാളിന് ഞാൻ അങ്ങനെ ഒരൊറ്റ സാധനങ്ങൾ മേടിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കുറവായിരുന്നു സാധനങ്ങൾ. കഴിഞ്ഞ പെരുന്നാളിലാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മേടിച്ചത്. അങ്ങനെ ഈ ഒരു ശനി ഞായറും അവസാനിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞു ആഘോഷവും ഞങ്ങളുടെ കുഞ്ഞു വേൾഡുമാണ് ഞാൻ എൻ്റെ വ്ളോഗിലൂടെ എപ്പോഴും ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ എല്ലാവരും കൂടെ വേണമെന്നില്ല, ഉള്ളവർ ഭയങ്കര സന്തോഷമായിട്ടിരുന്നാൽ മതി. അതെ, അപ്പോൾ ഇനി അടുത്തൊരു ഹാപ്പി വ്ളോഗുമായി എല്ലാവരും അത് വീണ്ടും കാണാം.